നോക്കി കണ്ട് സംസാരിക്കുക. എന്താ ഷിജി, ഞാൻ പിന്നേരാ പൊളിക്കൂ വീഡിയോക്കെ എടുത്ത് തകർക്കാണ് വെച്ച് കയ്യിൽ. ചേച്ചിയുടെ സൈസ് പറ. 42 മതിയോ? ബിജുമോളെ എന്നെ ഫ്രണ്ട് ആക്കുമോ? സൂപ്പർ നൈറ്റി പെരുമ്പാവൂരിൽ മേടിച്ചതാണ് ഞാനേ. ഒരു ജോണ പറയുന്നത് പറയട്ടെ. ബിജി ചേച്ചിയുടെ ധൈര്യമാണ് ബിജി ചേച്ചിയുടെ വിജയം. കറക്റ്റ്. ഒരുത്തനെ ഊമ്പിച്ചിട്ടല്ല ഞാനിന്ന് ഇവിടം വരാൻ ആയത്. ഒരാളും ഊമ്പിച്ചിട്ടും ഇല്ല, ഒരാളുടെ അടുത്തും പിടിച്ചിട്ടും മോഷ്ടിച്ചിട്ടും ഒന്നുമില്ല. മാന്യമായിട്ട് തന്നെ ബിസിനസ് നടത്തി ജോലി ചെയ്തിട്ട് തന്നെ ഞാൻ ജീവിക്കുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഈ ദുബായിൽ വന്നത് സ്പായിലെ ജോലിക്കല്ല, സോറി, ഞാനിവിടെ ദുബായിക്ക് വന്നത് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് ദുബായിൽ. അവനെ കണ്ടു, അവൻ്റെ കൂടെ ജീവിച്ചു ഒരു 6 മാസം ദുബായിൽ. അവൻ തന്നെ എന്നെ ചെല്ലും നോക്കി. അത് കഴിഞ്ഞ് ഒരു ബോയ് ഫ്രണ്ടിനെ നമ്മൾ കഷ്ടപ്പെടുത്തിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമായിരിക്കാം ഞാൻ ദുബായിൽ ജോലിക്ക് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോഴാണ് എനിക്ക് സ്പായിൽ ജോലി കിട്ടിയത്. ഞാൻ അവിടുത്തെ സ്റ്റാഫ് തന്നെയായിരുന്നു. ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് പറയുന്ന സ്ത്രീ, ഓപ്പൺ വല്ലതും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ തുറന്നു പറയുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ഈ ദുബായിൽ വന്ന് ജോബ് അന്വേഷിച്ച് വന്ന് ഒരു 6-7 മാസം എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ് എന്നെ നോക്കിയത്. അവൻ്റെ ചെലവിൽ തന്നെ ഞാൻ നിന്നത് ഇവിടെ മുമ്പ് താമസിച്ചത് ദുബായിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിവിടെ ഒരാളും ഇല്ല ദുബായിൽ. ഞാൻ ജോലി അന്വേഷിച്ച് ഈ വെയിലത്ത് ഞാൻ നടന്നു ഒരു അച്ചായെന്ന് പറഞ്ഞ ഒരാള് എന്നെ കണ്ടു. ഇത് ബിജി ചേച്ചിയല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതെ. കാരണം അതിൻ്റെ ഒട്ടുമിക്ക ജനങ്ങൾ അറിയപ്പെടുന്നതുകൊണ്ടായിരിക്കാം. എനിക്ക് എന്ത് ജോലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, എനിക്കിവിടെ മസാജ് സെൻ്ററിൽ ജോലി കിട്ടി. ശരീരം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പിടിച്ചു കൊടുക്കണമെങ്കിൽ പിടിച്ചു കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടങ്ങളാണ്. നമ്മുടെ ദേഹത്ത് നമ്മുടെ അനുവാദം ഇല്ലാണ്ട് ഒരു പുരുഷന്മാരും ഒന്നും ചെയ്യില്ല. കറക്റ്റ് അല്ലേ ശോഭ ചേച്ചി? അല്ലേ? നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഒരു പുരുഷൻ നമ്മുടെ മേത്ത് തൊടുള്ളൂ. അല്ലാണ്ട് ഒരു പെണ്ണിന്റെ അനുവാദം ഇല്ലാണ്ട് ഒരിക്കലും തൊടില്ല. ഇപ്പൊ ഞാൻ മസാജ് സെന്റർ ജോലിയാണെന്ന് വെച്ചിട്ട് സാമാനം കൊടുത്തിട്ടല്ല ജീവിക്കുന്നത്. മസാജ് സെന്റർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നത് കൊടുക്കണം എന്നോ ഒന്നുമില്ല. അത്യാവശ്യം എനിക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടി. ഞാൻ കാശുണ്ടാക്കി, ന്യായമായിട്ടല്ലേ കാശുണ്ടാക്കിയില്ലെന്നല്ല, കാശുണ്ടാക്കി ഞാൻ എന്താക്കി. പിന്നെ ഞാൻ ആ ഫീൽഡ് നിർത്തി. പിന്നെ സ്വന്തമായിട്ട് കാശ് കുറേശ്ശെ കൂട്ടി വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് നടത്തി. പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് പെൺപിള്ളേർക്ക് വിസിറ്റിംഗ് വിസ കൊടുത്തു. അങ്ങനെയല്ല, വേറെ നല്ലൊരു ഇങ്ങനെ സ്പായിൽ ഇല്ലാത്ത പെണ്ണുങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു. പിന്നെ കുറേ പ്രൈവറ്റ് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ദുബായിൽ. അവരെന്നെ കോൺടാക്ട് ചെയ്തു. ചേച്ചി നമുക്ക് ഇതിൽ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഷോപ്പിൽ ജോലിയുണ്ട്. പിള്ളേർ അവിടെ നിർത്തി. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തോട്ടെ. നമ്മൾ ഒരു സ്ത്രീകളെയും നിർബന്ധിക്കാനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ഇല്ല നിങ്ങൾ ഇന്ന ആൾ വരും, അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനി വരും, ഒരു കർണാടക വരും, ഒരു ആന്ധ്ര വരും എന്നും പറഞ്ഞ് ഇവർക്ക് നിങ്ങൾ പൂർവ്വം കൊടുക്കണം നേരം ഒരിക്കലും ഒരാളെ നിർബന്ധിക്കാറില്ല. കൊടുക്കേണ്ടതെന്നെ പറയത്തുള്ളൂ. അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പം സ്പായിൽ വരുന്ന ചെക്കന്മാർ ഇങ്ങനത്തെവരാണ്, നമുക്ക് എന്താ വരുന്നത് ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് വേണോ വേണ്ടേ, കാശ് വേണോ നിങ്ങളുടെ ഇഷ്ടം. അതല്ല നിങ്ങൾക്ക് പിടിച്ചു കളഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ പൂർവ്വം കൊടുത്തോ. അതല്ല മസാജ് എനിക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഒരാളെ ഒരിക്കലും ഞാൻ ഈ പണി ചെയ്യിക്കാൻ ഞാൻ നിർബന്ധിക്കാറില്ല. കാരണം എനിക്കറിയാം. കാരണം ഞാൻ ഒരു സ്പായിൽ നിന്നാണ് ഞാൻ വന്നത്. ഇപ്പോഴാണ് ഞാൻ ആ സ്പാ ഫീൽഡ് നിർത്തിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ആക്കിയത്. എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷമായി. 5 വർഷമായി ദുബായിൽ. 2 വർഷം ഞാൻ സ്പാ ഇരുന്നിട്ടുള്ളൂ. 1 വർഷം പിന്നെ ഞാൻ ജോലിക്കൊന്നും പോയില്ല. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ പാറുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, നമ്മളിത് മണവേണ്ട ആവശ്യം ഇങ്ങനെ പൂത്തി കെട്ടിച്ചിട്ട് എന്തായാലും. എൻ്റെ ചേച്ചി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഇതിലുള്ള ഈ ലോകത്ത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. നമ്മൾ ആരെയും ദ്രോഹിക്കാതിരുന്നാൽ മതി. സീരിയസ്ലി അല്ലേ? ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളൊന്നും ആഗ്രഹിക്കാനോ അവരുടെ കാര്യങ്ങൾ തട്ടിയെടുക്കുകയോ ഒന്നും ചെയ്യാനോ നമ്മൾ നമ്മുടെ വഴിക്ക് പോയി നോക്കിക്കേ. നമുക്ക് ഈ ലോകത്തിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? പിന്നെ ഓരോരുത്തരും ഓരോ ചോയ്സാണ്. കസ്റ്റമർ വന്നാൽ ചെയ്യണോ, അതൊക്കെ പൈസക്ക് വേണം. ഞാൻ പറയും, നിങ്ങൾക്ക് കാശിന് ആവശ്യമുണ്ടോ, നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ഇവിടെ വന്നാണ് ദുബായിൽ. മനസ്സിലായോ? ഞാൻ ആദ്യം വേറെയിലായിരുന്നു.
വേറെ നിന്നാണ് ദുബായിക്ക് വന്നത്. മൊത്തം 7 വർഷമായി GCC. ഓക്കെ, കാശിന് നിർബന്ധമുള്ളവർ നമ്മൾ എന്താക്കുക, ജീവിക്കാൻ വന്നവരാണെങ്കിൽ കാശ് ഉണ്ടാക്കിയിട്ട് വെക്കൊന്നും പോവുക. ഇപ്പോഴേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പിന്നെ ഉണ്ടാക്കാൻ പറ്റൂല. മനസ്സിലായോ? കാശുണ്ടോ പവർ വരും, കാശില്ലേ പവർ വരില്ല. കാശാണ് മുഖ്യം അല്ലേ? കാശുണ്ടോ നമ്മുടെ ഒരു 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം ഉണ്ടോ, നമ്മൾ ആരാ അവരുടെ മുന്നിൽ? നമുക്കൊരു വിജയമുണ്ട്, നമുക്കൊരു ഇതുണ്ട്. കാശില്ലേ നമ്മൾ വെറും മൈര. കാശിന് അല്ല മെറീസ, കത്തിയല്ലേ മെറീസ ചേച്ചി പറഞ്ഞ്? കാശ് മുഖ്യം അല്ല മെറീസ മോളെ? സത്യല്ലേ? കാശുള്ളിടത്തെ വിലയുള്ളടോ. ഞാൻ പഠിച്ച പാടാ അത്. ഓക്കെ, കാശില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് ബിജി, നമ്മൾ വെറും വട്ടപ്പൂജിയാണോ? ഇന്ന് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു വിലയുണ്ട്. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എടാ മാനം വിറ്റ് പൈസ, അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. ഓക്കെ, അത് നിന്റെ കൂടെ ഞാൻ അതെ നിന്റെ കൂടെ ഞാൻ കിടക്കാൻ വന്നില്ലല്ലോ, നിന്റെ കൂടെ ഞാൻ പണ്ടാൻ വന്ന. ചേട്ടാ എനിക്ക് പൂറ് ധരിക്കുന്നത് എന്റെ കുണ്ണ കഴിച്ച് തരുമെന്ന് ഞാൻ പറഞ്ഞോടാ മൈരേ? മെറീസ, അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. മാനം വിറ്റ് ജീവിക്കൂ. നിങ്ങളുടെ അടുത്തൊന്നും ഞാൻ വന്നില്ലല്ലോ. കയ്യിൽ ഒരു 5 രൂപ വെച്ചിട്ട് ഉണ്ടോ? സുധിത്തമ്പി എന്താ ജോലി അവിടെ? ഇതൊക്കെ തന്നെ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇപ്പൊ ഇന്നലെ എന്തൊക്കെയോ കുറെ കാമുകന്മാരുടെ റെക്കോർഡ് ഇറക്കിയിട്ടുണ്ട്. സുധിത്തമ്പി കുറെ ആണുങ്ങൾക്ക് അയച്ചിട്ട് കൊടുത്തതും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ അറിഞ്ഞില്ല, ഇന്നലെ സുധിത്തമ്പിയുടെ കുറെ ആണുങ്ങൾ അവള് 3 കല്യാണം കഴിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. അവരൊക്കെ നോക്കേട്ടാ, പതിവൃതിയായിട്ട് ഒളിപ്പിച്ച് പാത്തു നിർന്നു. അവരൊക്കെ വലിയ ആൾക്കാർ. നമ്മളെപ്പോലുള്ള ബിജി ചേച്ചി പറയണത് തെറ്റ്. ബിജി ഓപ്പണായിട്ട് പറയുന്നു, അവരെന്താക്കുക പ്രൈവറ്റായിട്ട് ഒളിഞ്ഞിരുന്ന് ചെയ്യുന്നു. രണ്ടും കണക്കാ അല്ലേ? ഞാൻ ഓപ്പണായിട്ട് പറയുന്നു, എൻ്റെ ഒരു പോളിസി, ഞാൻ എന്തും ഓപ്പണായിട്ട് സംസാരിക്കും. അവര് ഒളിഞ്ഞിരുന്ന് ഒളിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ നല്ലവരായിട്ട് നിൽക്കുന്നു. നമ്മൾ ചോര നിണത്തിയിട്ടല്ല. മനസ്സിലായോ? നമ്മളെന്തിനാ മറച്ചു വെക്കേണ്ട ആവശ്യം? നമ്മളെന്തിനാ മറച്ചു വെക്കണേ? തെറ്റ് ചെയ്ത് തന്നെ പറയണം. ഞാൻ പറയും. അതുകൊണ്ട് ഇന്നും എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. മനസ്സിലായോ? അല്ല മെറീസ? അല്ലെങ്കിലും ജനങ്ങളുടെ മുന്നിൽ നമ്മൾ തുറന്നു പറയുന്ന ആൾക്കാർക്ക് ഒരു വില ഉണ്ടാവില്ല. തുറന്നു പറയാണ്ട് തെറ്റുകുറ്റങ്ങൾ മൊത്തം മറച്ചു വെച്ച് ആരോട് പറയാണ്ട് നമ്മൾ ചെയ്തു നോക്കിക്ക്, നമ്മൾ അന്ന് നല്ലവരാ. മനസ്സിലായ? നമ്മൾ നല്ലവരാ. ഞാനിപ്പോ ഇതൊന്നും പബ്ലിക്ക് പറയാണ്ടിരുന്ന് നോക്കിയേ, സൈലന്റായിട്ട് പോയിക്കേ, എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരിക്കും. പബ്ലിക്ക് പറഞ്ഞു നോക്കിയേ, നമ്മൾ വെറും കൂതറ വെടിയായി പിഴച്ചവളായി എല്ലാം ആയി. മനസ്സിലായോ? നമ്മളൊരു കാര്യം മറച്ചു വെച്ച് നോക്കിക്കേ, നമ്മളെ നല്ല വിലയായിരിക്കും. നമ്മുടെ സമൂഹത്തിന് നല്ല വിലയ്ക്കോ, അവളോ ചേച്ചിയോ അങ്ങനെയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്നെ വെടിയെന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വെടിയെന്ന് വിളിക്കുവോ? നിങ്ങൾ എന്നെ അറിയുമോ? ഞാൻ പബ്ലിക്കിന് മുന്നിൽ, സോഷ്യൽ മീഡിയയുടെ മുന്നിൽ എല്ലാം തുറന്നടിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകൾ എന്നെ വെടിയെന്ന് വിളിക്കുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളിപ്പോൾ എന്നെ വെടിയെന്ന് വിളിച്ചാലൊന്നും എനിക്ക് നോ ഇഷ്യൂസ്. എനിക്ക് രോമത്തിൽ കേൾക്കാൻ പോണില്ല. സമൂഹം അങ്ങനെയാണ് കേട്ടോ. സമൂഹം അങ്ങനെയാണ്. നമുക്ക് ആരുടെയും വായ അടച്ചു വെക്കാൻ പറ്റത്തില്ല. പറയേണ്ടവർ കിടക്കുന്നു പറയും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെയുള്ളവർ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ ആണ്, ഒരുപാട് നമ്മൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ തള്ളയ്ക്ക് വരെ വിളിച്ചു തരും. ഒക്കെ നേരിടുക. ഇതൊന്നാമത്തെയും ഒക്കെ തകർക്കാൻ ആൾക്കാരുണ്ടാവും. തകരരുത്. ഓക്കെ അല്ലേ മെറീസ? തകരാൻ പാടില്ല. എന്തിൽ തകരണം?